പ്രയർ പറഞ്ഞു കേട്ടാ. ആരാണ് മനസ്സിലായത്? പ്രയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? മാഡം ഞാൻ ചെയ്യട്ടെ? ഓക്കെ, ഒരു മിനിറ്റടാ. സ്റ്റാർട്ട് ചെയ്തോട്ടാ. മാഡം ഞാൻ നേരത്തെ ചെയ്തു തന്നെയാണ്. ഇതാരും പ്രിപ്പയർ ആവാത്തോണ്ട് ഞാൻ Walking with the Lord, we are walking in the morning. Lift up your hearts, for you are walking with God. Singing to the Lord, we are singing in the sunshine. Lift up your heart, for you are singing to the Lord. Hand in hand with everyone, we are walking, black and white, brown, together walking, singing new songs, now living new lives, walking with the Lord, we are walking in the morning. Thank you, Miss. Thank you, Miss. അപ്പൊ നമ്മള് ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? ആദ്യം കോമൺ ചൈൽഡ് ഡിസീസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എയ്ഡ് കംപ്ലീറ്റ് ആക്കി നമ്മൾ പുതിയ യൂണിറ്റിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ചൈൽഡ് വെൽഫെയർ. ആർക്കെങ്കിലും അറിയാം ചൈൽഡ് വെൽഫെയർ എന്താണെന്നല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിശു സംരക്ഷണം അല്ലെങ്കിൽ ശിശു ക്ഷേമം. വ്യത്യാസം എന്താണ് ആർക്കെങ്കിലും പറയാനറിയോ? ഓൺ വേർഡ്സ് പറയാനായിട്ട് സെന്റൻസ്, 2 സെന്റൻസ് പറയാനായിട്ട് അറിയോ? എങ്കിൽ പറ, അല്ലെങ്കിൽ ഞാൻ തുടങ്ങാം. ഓക്കെ, ആരാണ്? നിർമ്മലോടെ അങ്ങനെ പറയാനായിട്ട് ഫസ്റ്റ് ആള് അഖില. ഞാൻ പറയണോ? പറഞ്ഞോടാ. എന്താ പറയാ, ഞാന് ശിശുക്ഷേമം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, കുട്ടികൾ എന്ന് പറഞ്ഞാല് അവരെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചൂഷണം ചെയ്യാം. കാരണം അവർക്ക് അതിനുള്ള ബുദ്ധിയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏത് രീതിയിൽ അവരെ ചൂഷണം ചെയ്യാം. അപ്പൊ അവർക്കെതിരെ ഇപ്പൊ വീട്ടിലാണെങ്കിൽ തന്നെ പേരൻസ് അല്ലെങ്കിൽ വേറുള്ളൊരു കുട്ടികളെ ഉപദ്രവിക്കുക, അവരെന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അവരെ ശിക്ഷിക്കുക, അതൊക്കെ. പിന്നെ അതുപോലെ അവരെ കൊണ്ട് പറ്റാത്ത പണിയൊക്കെ അവരെ കൊണ്ട് എടുപ്പിക്കുക. പിന്നെ ഇപ്പൊ നമ്മളെ സമൂഹത്തിൽ ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ, ഒരു 2.5 വയസ്സ് ജനിച്ച് വീണ കുട്ടിക്കെതിരെ തന്നെ ലൈംഗിക അതിക്രമങ്ങൾ നടത്തുക. ഇതൊക്കെ കാര്യമാണെങ്കിൽ ശിശുക്കൾക്കെതിരെയുള്ള അത്തരം അതിനൊക്കെ ആയിട്ടുള്ള ഇതേക്കാരം ശിശുക്ഷേമം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എന്താണ് ശിശുക്ഷേമ സമിതികളൊക്കെ ശിശുക്ഷേമ സമിതികളൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ വേറെ ആരെങ്കിലും അറിയോ? ഓരോരുത്തരുടെ അഭിപ്രായമാണ് ഇപ്പൊ ചോദിച്ചത്. നിങ്ങൾക്ക് എന്താണ് ശിശുക്ഷേമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ എന്താന്ന് വെച്ചാൽ നിന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് പറയാം. ഓക്കെ, ആർക്കില്ല? അത് കുട്ടികളെ ശരിക്കും ബോധവൽക്കരിക്കുക. അങ്ങനെ ഗവൺമെന്റിന്റെ അണ്ടറിൽ ഇങ്ങനെ കുറെ ശിശുക്ഷേമ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുക. അവരുടെ തെറ്റുകൾ, അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെയുള്ള കുറെ കോർഡിനേഷൻ എന്നതൊക്കെ ഇല്ല, അതൊക്കെയാണോ മിസ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഞാൻ പറയാട്ടോ. കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് എന്താ പറയാ, നമ്മുടെ കുഞ്ഞിക്കുട്ടികൾ അവരാണ് നമ്മുടെ ഇനി വരാൻ പോകുന്ന തലമുറകൾ എന്ന് പറയുന്നത് കുട്ടികളാണ്. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ സംബന്ധിച്ച് അമൂല്യമായ സമ്പത്താണ്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ കുട്ടികളാണ്, ഈ കുഞ്ഞു മക്കളാണ്. അപ്പൊ ഒരു സുരക്ഷിതമായ ഒരു ബാല്യമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. എന്നാലാണ് അവർ നല്ലൊരു വ്യക്തിയായിട്ട് വളർന്നു വരാനായിട്ട് പറ്റുള്ളൂ.
നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ, നല്ല പാരന്റ്സിന്റെ കെയറോട് കൂടി നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ വളർന്നു വരുന്ന കുട്ടി അതേപോലെ തന്നെ മോശം ഒരു അറ്റ്മോസ്ഫിയറിൽ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് കറക്റ്റായിട്ട് വിദ്യാഭ്യാസം കിട്ടാണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് വരുന്ന കുട്ടി തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടാവും. അവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിന്റെ സമയത്ത് വളരെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അവര് ഏത് സാഹചര്യത്തിലാണ് വളർന്നു വരുന്നത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വേണം കുട്ടികളെ ഇത് ചെയ്യാനായിട്ട്, വളർന്നു വരാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വളർന്നു വരാനുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാനുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? പാരന്റ്സിന്റെയും ഗവൺമെന്റിന്റെയും സൊസൈറ്റിയുടെയും ഉത്തരവാദിത്തമാണ്. എന്ത്? കുട്ടികൾക്ക് നല്ല രീതിയിലൊരു അറ്റ്മോസ്ഫിയറിൽ അവർ വളർന്നു വരണം എന്നുള്ളത്. അപ്പൊ നമ്മൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് സാധാരണ, അതായത് 18 വയസ്സിന് താഴെയുള്ളവരെയാണ് നമ്മൾ കുട്ടികൾ എന്ന് കണക്കാക്കുന്നത്. ഓരോ നിയമപ്രകാരം വ്യത്യാസമുണ്ട്, പ്രായങ്ങളിൽ വ്യത്യാസമുണ്ട്. എന്നാലും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നമ്മൾ എന്താണ് കുട്ടികൾ എന്ന് പറയും. ശിശുക്ഷേമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സാക്ഷരത, അത് ആ ഒരു മീനിങ് അല്ല. അതിനപ്പുറം കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ കുട്ടികളെ കുറിച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു, നമ്മുടെ രാജ്യത്തിന്റെ എന്താണ് സമ്പത്താണ് കുട്ടികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഗവൺമെന്റ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? പോഷകാഹാരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കുട്ടി ജനിക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ 6 മാസം മുതൽ എന്ത് കൊടുക്കുന്നുണ്ട്? പോഷകാഹാരങ്ങള് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അംഗൻവാടി വഴി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ് 3 വയസ്സ് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗൻവാടിയിൽ ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞ് സ്കൂളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മിഡ് ഡേ മീൽസ് പ്രോഗ്രാംസ്, അതിന്റെ ഒപ്പം തന്നെ പാലും മുട്ടയും അതേപോലെ പോഷകാഹാരങ്ങൾ സ്കൂളുകളിലും കൊടുക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് ഇപ്പൊ ആഹാരത്തിന്റെ കാര്യം ഒക്കെയാണ്. ഇത് കൂടാണ്ട് അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആണോ 1 മുതൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നത്? അവർ കുട്ടികളെ നമ്മൾ നല്ല ഒരു ഭാവി തലമുറയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പൈസയും ഇത്രയും എഫേർട്ടൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഫ്രീ ആയിട്ട് ഇവർക്ക് ആവശ്യമുള്ള എന്താ പറയാ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവർ ഏറ്റവും കൂടുതൽ മിംഗ്ലിംഗ് ആവുന്നത് ആരൊക്കെ ആയിട്ടാണ്? പാരന്റ്സ് ആയിട്ടാണ്. അപ്പൊ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരന്റ്സിന്റെ എന്ത് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ വേണം നമ്മുടെ മക്കൾ വളർന്നു വരാനുള്ളത്. ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? നമ്മുടെ കുട്ടികൾ, പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. നല്ലൊരു അച്ഛനമ്മയും നല്ല സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അച്ഛനമ്മയുടെയും മകനും അതേപോലെ എപ്പോഴും തല്ലുപിടുത്തവും അതേപോലെ എന്താ പറയാ വഴക്കും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലി എന്ന് പറഞ്ഞ കുട്ടിയും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടാവും. അവരുടെ ക്യാരക്ടർ രണ്ടായിരിക്കും. ഒരു കുട്ടി ചിലപ്പോൾ കാമും കൊറ്റായിരിക്കും, നല്ല പെരുമാറ്റവും അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള പെരുമാറ്റം അവന്റെ ഫ്രണ്ട്സിനോടുള്ള പെരുമാറ്റം ഒക്കെ ഇങ്ങനെയായിരിക്കും, നല്ലതായിരിക്കും. മറ്റേ കുട്ടിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കുള്ളൂ. ആയിരിക്കും നല്ല ആയിരിക്കാം ദേഷ്യവും അതേപോലെ അവന് ഒരു കാര്യവും പെട്ടെന്ന് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവൻ കണ്ടു വളർന്നത് അങ്ങനെയാണ്. പാരന്റ്സ് എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുന്നു, അവർ തമ്മിൽ വഴക്ക് പറയുന്നു. അപ്പൊ അതൊക്കെ കണ്ടു വളർന്നു എന്റെ കുട്ടിയുടെ മനസ്സിലെന്താണ്? അങ്ങനെയാണ് ലോകം എന്നാണ് അവൻ വിചാരിക്കുക. പക്ഷെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു കുട്ടി വളർന്നു വരുമ്പോ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ആവശ്യമായിട്ട് അവന് വളർന്നു വരാൻ പറ്റണ ഒരു നല്ലൊരു എൻവയോൺമെന്റ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി നമ്മളുടെ കുട്ടികളിൽ നമ്മളെ പഠിപ്പിക്കുന്ന കുട്ടികളിൽ അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ തന്നെ കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ അവനെ സ്പെഷ്യൽ ആയിട്ടൊക്കെ കെയർ ചെയ്ത് അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതനുസരിച്ച് നമ്മൾ അവരോട് പെരുമാറാം. ഇനി പറഞ്ഞത് എന്താ പറയാ ചൂഷണങ്ങൾ, കുട്ടികള് ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മ കുട്ടികളോട് ബോധവൽക്കരണം. ഈ ചൂഷണങ്ങളൊന്നും കുട്ടികൾക്ക് ശരിക്കും അറിയാൻ പറ്റില്ല. കാരണം അവർക്ക് ആ പ്രായത്തിൽ അത് തിരിച്ചറിയാനുള്ള കഴിവില്ല. പിന്നെയും കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാലാണ് അവരത് ചൂഷണത്തിന് അകപ്പെട്ടു എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാം എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് ബാഡ് ഹാബിറ്റ് ആണ്, ഇതൊക്കെയാണ് ഗുഡ് ഹാബിറ്റ്. അതേപോലെ ഇന്നതൊക്കെ ബാഡ് ടച്ച് ആണ്. പെൺപിള്ളേരുടെ കാര്യത്തിലായാലും ആൺപിള്ളേരുടെ കാര്യത്തിൽ സെയിം ആണ് ഇന്നത്തെ കാലത്ത്. ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ നമ്മൾ പാരന്റ്സും അതേപോലെ ടീച്ചേഴ്സും എന്ത് ചെയ്ത് കൊടുക്കുക? അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇന്നതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ചൂഷണം അങ്ങനെ ഫേസ് ചെയ്യണത് ഇപ്പം ഫിസിക്കൽ ആവാം അല്ലെങ്കിൽ മെന്റൽ ആവാം, അങ്ങനെ എന്തെങ്കിലും ചൂഷണങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് അവരെ എന്ത് ചെയ്യാം? കൗൺസിലിങ്സ് അതേപോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അവരുടെ പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്താന്ന് വെച്ചാൽ നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ അത് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ
ചൈൽഡ് വെൽഫെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ആഹാരം കിട്ടാതെ മാത്രമല്ല, അങ്ങനെ മാനസിക ശാരീരിക എല്ലാ വളർച്ചയ്ക്കും എല്ലാ ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനാണ് ഈ ചൈൽഡ് വെൽഫെയറിൽ കൊണ്ട് പറയണത്. ഓക്കെ ആണോ? ചൈൽഡ് വെൽഫെയർ എന്താന്ന് ചെറിയൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയോ? ഓക്കെ ഓക്കെ. Child welfare is a concept which goes beyond providing just education or literacy. എന്താ പറയാ, എഡ്യൂക്കേഷനോ ലിറ്ററസിയോ കൊണ്ട് നമുക്ക് ചൈൽഡ് വെൽഫെയർ ഉറപ്പിക്കാനായിട്ട് പറ്റില്ല, കിട്ടും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. ആസ് ചിൽഡ്രൻസ് ആർ ദ അസറ്റ്സ് ഓഫ് ദ നേഷൻ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ സ്വത്താണ്, സമ്പത്താണ്. They should be properly cared for and brought up to the benefits of the bright future. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഫ്യൂച്ചർ ഓഫ് ദി നേഷൻ, നമ്മുടെ നേഷന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നല്ല കുട്ടികളെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ജനിച്ച ഉടനെ മുതൽ അവർ കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു അമ്മ എന്താ പറയുക കുട്ടീനെ വയറ്റിൽ ക്യാരി ചെയ്യുന്ന ആ സമയം മുതൽ അമ്മയ്ക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കേണ്ടത്. ശരിക്കും അമ്മേനേക്കാളും കൂടുതൽ ആ സമയത്ത് ഗവൺമെന്റ് ആരെയാണ് ശ്രദ്ധിക്കുന്നത്, ആ കുഞ്ഞു കുട്ടീനേക്ക് പോഷകാഹാരങ്ങൾ കിട്ടുന്നുണ്ടോ എന്നാണ് ഉറപ്പുവരുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് വാക്സിൻസ്, ഇമ്മ്യൂണൈസേഷൻ വാക്സിൻസ്, അതേപോലെ ഒരുപാട് വാക്സിൻസ് ഒക്കെ കൊടുത്ത് ആണ് ഈ കുട്ടിക്ക് എന്ത് ചെയ്യുന്നത്, കുട്ടീനെ കൊണ്ടുവരുന്നത്. ജനിച്ചുടനെ ഒരുപാട് വാക്സിൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, നല്ല ആരോഗ്യമുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യം ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരുപാട് പൈസ ആവണ വാക്സിൻസ് ആണ് ഫ്രീ ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുട്ടി വലുതാവുന്നതിന് ഓരോ സ്റ്റേജിലും അവന് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പോഷകാഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. സോ വി ഹാവ് ടു അറേഞ്ച് സ്പെഷ്യൽ ആൻഡ് റെഗുലർ മെഡിക്കൽ ചെക്കപ്പ് ഫോർ ദി ചിൽഡ്രൻസ്. അതുകൊണ്ട് നമ്മൾ സ്പെഷ്യലും അതേപോലെ റെഗുലർ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. Provide them with a balanced and nutrition diet. എല്ലാ കുട്ടികൾക്കും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഡയറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും ഉച്ചഭക്ഷണം സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കറിയുണ്ട്, അതേപോലെ പച്ചക്കറികൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് മുട്ട കൊടുക്കണം, കോഴിമുട്ട കൊടുക്കും, അതേപോലെ പാല്, അതേപോലെ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഒക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളുകളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിഡ് ഡേ മീൽസ് പ്രോഗ്രാം എന്നൊക്കെയാണ് ഇതിനെ പറയണത് കേട്ടോ. പ്രൊട്ടക്ട് ദം ഫ്രം ഹാർംഫുൾ ഇൻഫ്ലുവൻസസ് ഇൻ ദ എൻവയോൺമെന്റ്. അതേപോലെ തന്നെ എൻവയോൺമെന്റിലുള്ള ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ചിൽഡ്രൻസ് ആൻഡ് ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്. ഓരോ കുട്ടികളുടെയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റിനും അതേപോലെ തന്നെ എഡ്യൂക്കേഷനും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചൈൽഡ് വെൽഫെയറിനെ കുറിച്ച് പറയണത്. ഇനി കുട്ടിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് എന്താ, കുട്ടികൾക്കും അവകാശങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾക്ക്, കുഞ്ഞുമക്കൾക്കും എന്തുണ്ട്, അവകാശങ്ങളുണ്ട്. അവന് ജീവിക്കാൻ, അതിജീവിക്കാനുള്ള അവകാശമുണ്ട്, സർവൈവലിനുള്ള അവകാശമുണ്ട്, അവന്റെ ഉന്നമനത്തിനുള്ള അവകാശം, സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. എഡ്യൂക്കേഷണൽ ആവാം, ക്രിയേറ്റീവ് ആവാം, സോഷ്യൽ, ഈ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള അവകാശം ഓരോ കുട്ടികൾക്കുണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ പറയുന്നത്, കുട്ടിക്ക് സംരക്ഷണം വേണം. ഒരുപാട് ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ എൻവയോൺമെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എൻവയോൺമെന്റിൽ നമ്മുടെ കുട്ടികൾക്ക് എന്ത് വേണം, സംരക്ഷണം വേണം. പിന്നെ പാർട്ടിസിപ്പേഷൻ, ഓരോ കാര്യങ്ങളിലും ചെയ്യാനുള്ള ഒരു പാർട്ടിസിപ്പേഷൻസും കുട്ടികളിൽ പ്രൊവൈഡ് ചെയ്യണം. നോക്കാട്ടോ, അതിജീവനത്തിനാണ് നമ്മൾ പ്രധാനമായും ജീവിക്കാനുള്ള അവകാശത്തെയാണ് അതിജീവനം എന്ന് പറയുന്നത്. ഒരു കുട്ടി ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ജീവിക്കാൻ, അല്ലെ നമ്മുടെ ഇന്ത്യയിൽ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ആർക്കും എന്ത് ചെയ്യാനില്ല, തടസ്സപ്പെടുത്താനായിട്ട് പറ്റില്ല. അപ്പൊ ഒരു കുട്ടി ഇപ്പൊ ഇതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ എന്താണ്, അമ്മമാരാലും പാരന്റ്സ് ആലും ഉപേക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മത്തൊട്ടിലുകളുണ്ട്, അവിടെ ഉപേക്ഷിക്കുന്ന കുട്ടികൾക്ക് ഗവൺമെന്റ് തന്നെ എന്ത് വിദ്യാഭ്യാസവും അതേപോലെ തന്നെ വസ്ത്രങ്ങളും ഭക്ഷണവും എല്ലാം ആരാ കൊടുക്കുന്നത്, ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. ഇനി അവർക്ക് വേറെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ കുട്ടികളെ അവർ എന്ത് കൊടുക്കുന്നുണ്ട്, ദത്ത് കൊടുക്കുന്നുണ്ട്. വളർത്താൻ താല്പര്യമുള്ള പാരന്റ്സ്, വളർത്താൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന പാരന്റ്സിന് എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുട്ടികളെ ദത്തായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെന്തുകൊണ്ടാണ്, ജീവിക്കാനുള്ള അവകാശമാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജീവിക്കാനുള്ള അവകാശം വേറൊരാൾക്കും തകർക്കാൻ പറ്റില്ല. അവൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവന് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അമ്മയ്ക്കോ അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിനോ ആർക്കും ആ ഭൂമിയിൽ അവൻ ജീവിക്കാൻ പാടില്ല എന്ന് പറയാനായിട്ട് അവകാശം ഇല്ല. പോഷകാഹാരത്തിനുള്ള അവകാശം, പോഷകാഹാരം ലഭിക്കാനുള്ള അവകാശം കുട്ടികൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിഡ് ഡേ മീൽസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് സ്കൂളിൽ പറഞ്ഞു.
വളർച്ചാവകാശം ജീവിത സാഹചര്യങ്ങൾ ലഭിക്കാനുള്ള വളർച്ചയ്ക്ക് ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ ലഭിക്കാനുള്ള അവകാശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പഠിക്കാനായിട്ട് എന്ത് വേണം? അവന് ആവശ്യത്തിനുള്ള ബുക്സ്, പേന, പെൻസിൽ, അങ്ങനത്തെ ഉള്ള എല്ലാ മെറ്റീരിയൽസും ആവശ്യമുണ്ട്. അപ്പൊ വളരാൻ ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ ലഭിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഓരോ കുട്ടിക്കും ഉണ്ട്. ആരോഗ്യപരമായ ജീവിതം നയിക്കാനുള്ള അവകാശം കുട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് അവർ വാക്സിൻസ് നമ്മൾ കൊടുക്കുന്നത്. അത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? വാക്സിൻസ്, ഇമ്മ്യൂണിറ്റി, പോളിയോ, ഒരുപാട് വാക്സിൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ആരോഗ്യപരമായ ഒരു പുതുതലമുറയെ നമുക്ക് ജനിക്കാനായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഡെവലപ്മെന്റിന്റെ കാര്യം പറഞ്ഞു. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ആയിട്ട് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് വേണം, സോഷ്യൽ ഡെവലപ്മെന്റ് വേണം. അതേപോലെ തന്നെ നമുക്ക് പരിചരണം വേണ്ടേ? കുട്ടിക്ക് ഒറ്റയ്ക്ക് ഒരു ഏജ് വരെ കുട്ടികൾക്ക് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റൂല. അവർക്ക് അവർക്ക് ആവശ്യമായ പരിചരണങ്ങൾ വേണം. വിശ്രമം വേണ്ടേ? ഒരു കുട്ടിയെ കൊണ്ട് ഒരുപാട് കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? കുട്ടികൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യം തീരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി ഇമ്മ്യൂണിറ്റിയും കുറവാണ്. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തികൾ മാത്രം അവർക്ക് സ്വന്തമായിട്ട് ചെയ്യണം. സ്വന്തം കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ജോലി, അതേപോലെ ചൈൽഡ് ലേബർ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുക, അതൊന്നും പാടില്ല. പിന്നെ അവർക്ക് വിനോദത്തിൽ ഏർപ്പെടണം. അവർ മെന്റൽ ഹെൽത്ത് ഒക്കെ നല്ല രീതിയിൽ വളർന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യണം? കുറച്ചു നേരം കളിക്കാനൊക്കെ വിട്ടാൽ മാത്രമേ അവർക്ക് മെന്റലി ഹെൽത്ത് ഒക്കെ വളരുള്ളൂ. അതേപോലെ സോഷ്യൽ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുള്ളൂ. അപ്പൊ ഒരു കുട്ടീനോട് നല്ല സാഹചര്യമാണ്, പഠിക്കാനൊക്കെ നല്ല സാഹചര്യം ഒക്കെ കൊടുത്തിട്ട് അവൻ ആ വീടിന്റെ അകത്ത് തന്നെയാണ് ആ പാരന്റ്സ് എന്ത് ചെയ്യണത്? അടച്ചിടേണ്ടത്. പഠിക്കണം. അതൊരു നല്ല സാഹചര്യമാണ്? അല്ല, ഒരിക്കലല്ല. ആ കുട്ടിക്ക് സോഷ്യൽ ബീങ്സ് ഒക്കെ ആയിട്ട് സറൗണ്ടിങ്സിൽ കളിക്കാനും അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൊവൈഡ് ചെയ്യേണ്ടത്. സാംസ്കാരിക പ്രവർത്തനങ്ങളാൽ ഉള്ള അവകാശങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറഞ്ഞത്? ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ വേണം എന്ന് പറഞ്ഞത്. ഇത് സംരക്ഷണ അവകാശമാണ്. ഈ അവകാശത്തിൽ പ്രധാനമായി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചൂഷണം ചെയ്യാറുണ്ട്. പല രീതിയിലും മെന്റലി അതേപോലെ ഫിസിക്കലി ചൂഷണങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ നിന്നൊക്കെയുള്ള പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. ഈ ദുരുപയോഗം ചെയ്യാറുണ്ട്. കുട്ടികളെ ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഒരു കാരണവശാലും പാടില്ല. പിന്നെ അവഗണന, പിന്നെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, കുട്ടികളോട് മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. ഇതാണ് പ്രൊട്ടക്ഷന്റെ കാര്യത്തിൽ വേണ്ടത്. ഇനി കുട്ടികളുടെ കാര്യത്തിൽ എന്താണ് പാർട്ടിസിപ്പേഷൻ? കുട്ടികൾ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. കുട്ടിയാണ്, നിനക്കിവിടെ എന്താണ് അഭിപ്രായം ഇല്ല എന്നുള്ള രീതിയിലല്ല, കുട്ടിക്കായാൽ പോലും അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഒരു കുട്ടിക്കാണെങ്കിൽ പോലും ഉണ്ട്. എന്നാൽ അവർക്ക് ആവശ്യത്തിനുള്ള അറിവ് ലഭ്യമാവാനുള്ള അവകാശം, ഒരു കുട്ടിക്കാണെങ്കിൽ അവരുടെ ആവശ്യത്തിനുള്ള അറിവ് ലഭിക്കാനുള്ള അവകാശം എന്തുണ്ട്? കുട്ടിക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഒരു കുട്ടിക്ക് അവകാശങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വേർഡല്ല, അതിനപ്പുറം ഒരുപാട് തലങ്ങളുണ്ട്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം മനസ്സിലായോ ചൈൽഡ് വെൽഫെയറിനെ കുറിച്ച്? ഓക്കെ, നമുക്ക് ഞാനിപ്പോ ഈ പറഞ്ഞത് കൂടാണ്ട് എന്തെല്ലാം സിറ്റുവേഷൻസ് ആണ് കുട്ടികൾക്ക് എന്താണ് അവരുടെ വളർച്ചയിൽ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയണോ കേട്ടോ? ഓക്കെ, ബാലവേല ചെയ്യാതിരിക്കാൻ, എന്താണ്? ബാലവേല ചെയ്യിപ്പിക്കാതിരിക്കാൻ ഗവൺമെന്റ് ഇപ്പോ. ഓക്കെ, ബാലവേല ഒരു പരിധി വരെയും കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് എന്തായാലും അബോളിഷ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്. ബാലവേല ചെയ്യിപ്പിക്കാതിരിക്കാനായിട്ട് നോക്കാം. കുട്ടികളെ ആ സമയത്ത് എന്ത് ചെയ്യാൻ? എഡ്യൂക്കേഷൻ, നല്ല പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കിട്ടാനായിട്ട് നോക്കാം. വിടാം നമുക്ക്. എന്താണ്? കൗൺസിലിംഗ് കൊടുക്കാം. കൗൺസിലിങ്സ് കൊടുക്കാം. കുട്ടികൾക്ക് ആവശ്യത്തിന് കൗൺസിലിംഗ് ഓരോ ഏജിൽ എന്താണ് കൗൺസിലിങ്സ് കൊടുക്കാം. നമുക്ക് ടീച്ചർമാർക്ക് തന്നെ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുക. ചൂഷണം എന്താന്ന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യണത് ചൂഷണമാണ് ചൂഷണമാണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. വേറെ ആരാണ് പറയണേ?
ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറ. നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊന്നും ഇല്ലേ? എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയൂല. ഇപ്പൊ ഇങ്ങനെ ഒരു ടീച്ചർ വഴക്ക് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കുട്ടി ഇങ്ങനെ വല്ലാണ്ട് ടോർച്ചർ ചെയ്യുകയാണെങ്കിലൊന്നും ചിലവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ അവർക്ക് കുറച്ച് ധൈര്യം കൊടുക്കുക. കാരണം ഈ ലോകം ഇങ്ങനെ തന്നെയാണ്, നമ്മൾ മുന്നോട്ട് പോവുക നമ്മളുടേതായ രീതിയിൽ, അല്ലാതെ എല്ലാരെയും കൂടെ നന്നാക്കിയിട്ട് നമുക്ക് ഇതാക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാ പറയുന്നത്. എൻ്റെ രണ്ടാമത്തെ മോൾ അങ്ങനെയായിരുന്നു. കാരണം എന്തും മോൾക്ക് ഭയങ്കര ഡിപ്രഷൻ വരുമായിരുന്നു. കാരണം എന്താ വെച്ചാ ഒക്കെ കേൾക്കുമ്പോഴും ചെയ്യുമ്പോഴും എന്താ ആ കുട്ടി എന്നോട് ഇങ്ങനെ ചെയ്യണേ, ഞാൻ അങ്ങനെ അല്ലല്ലോ. അപ്പൊ നമ്മള് ഓലെ തിരുത്തി കൊടുക്കുക, അല്ലാതെ ഇപ്പൊ വേറെയുള്ള കുട്ടികളെ നമുക്ക് തിരുത്താനൊന്നും കഴിയൂലല്ലോ. ഓൽക്ക് നമ്മള് ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോവാൻ, അതായത് നമ്മളുടെ ശരികളിലൂടെ പോവാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആവുമ്പോ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല. അല്ല ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ എന്ത് നിസ്സാര കാര്യം വരെ ഭയങ്കര ഡിപ്രഷന്റെ ഇതിലേക്ക് വരും. ഞാൻ പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു കുട്ടിയെ തിരുത്താനായിട്ട് നമുക്ക് പറ്റില്ല. മറ്റൊരു പാരന്റിന്റെ കുട്ടികളെ നമുക്ക് തിരുത്താൻ പറ്റും. പക്ഷെ നമ്മൾ ടീച്ചേഴ്സ് ആവുമ്പോ ഒരു കുട്ടിയുടെ സ്വഭാവം മോശമാണെങ്കിൽ അത് തിരുത്താനുള്ള റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെയാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ ക്ലാസ്സിന്റെ കുട്ടിയുടെ പെരുമാറ്റം നന്നാക്കാന്നുള്ളത്. അല്ലെങ്കിൽ ആ കുട്ടീനെ നല്ല രീതിയിൽ നല്ല വഴിക്ക് നടത്താന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഓരോ ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അവൻ മോശമായിട്ടാണ് കുട്ടീനോട് പെരുമാറണമെങ്കിൽ പറയണം. ഇപ്പൊ ഇന്ന് തോണ്ട പിച്ച അങ്ങനെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്ക് പറയാ, ചീത്ത പറയാ, അങ്ങനത്തെ പ്രശ്നങ്ങളാണെങ്കിൽ ഭാവിയിൽ അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യണത് ഈ ഒരു സർക്കംസ്റ്റാൻസസ് കൂടെ ഇവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യണത്. അത് ഭാവിയിൽ ചിലപ്പോ എന്താ പറയാ നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ ഭീഷണിയായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മ ആ കാര്യങ്ങൾ ആ സമയത്ത് തന്നെ കുട്ടികളിൽ തിരുത്തി കൊടുത്ത് മുന്നോട്ട് അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി വ്യക്തമായി കൊടുത്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, ഇനി അഭിപ്രായങ്ങള് പറഞ്ഞു. പിന്നെ ഭാവിയെ തുറന്നു പറയാനുള്ള ഫ്രീഡം കൊടുക്കും. എന്താണ്? കുട്ടികൾക്ക് എന്തും തുറന്നു പറയാനുള്ള ഫ്രീഡം കൊടുക്കും. സ്പേസ് കൊടുക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ? ഞങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളോട് അവര് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഇപ്പൊ പാരന്റ്സിന്റെ കേസിൽ മിക്കപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നത് പാരന്റ്സ് അറിയാറില്ല. മക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നത് എന്താണ് പാരന്റ്സ് അറിയാറില്ല. കാരണം ചിലപ്പോ ഹസ്ബൻഡ് വൈഫും ജോലിക്ക് പോകുന്നതായിരിക്കും, കുട്ടികളായിട്ട് വലിയ മിങ്കിളിൽ പോകുന്നുണ്ടാവില്ല. ചിലപ്പോ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തോ അങ്ങനെയൊക്കെ ആയിരിക്കും പിള്ളേര് വളർന്നു വരുന്നത്. അപ്പൊ ഇവരോടായിട്ടുള്ള ഒരു കോണ്ടാക്ട്, പാരന്റ്സ് ആയിട്ടുള്ള ആ ഒരു എന്താണ് ടച്ച് ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു പ്രശ്നം അവരെ കൂടുതലായിട്ട് ബാധിക്കും. അപ്പൊ പാരന്റ്സിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു സാഹചര്യമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതേപോലെ ടീച്ചേഴ്സും ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടല്ല, അവരോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് എന്ത് കാര്യവും അവരെന്ത് പറയണമെന്നുള്ളതും നമ്മ കേൾക്കാനായിട്ട് നമ്മളൊരാളുണ്ട്. നിങ്ങൾ പറയണത് എല്ലാ കാര്യവും കേൾക്കാനായിട്ട് ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നല് ഉണ്ടാകുന്നത് നല്ലതാണ്. എന്താണ് പറഞ്ഞത്? വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, പിന്നെ അതുപോലെ ഭാവിയിൽ നേരി ഫേസ് ചെയ്യേണ്ടി വരുന്ന സമൂഹത്തിലെ പല സ്വഭാവമുള്ള ആൾക്കാരായിട്ടായിരിക്കും. അപ്പൊ അതിനെ പറ്റിയൊക്കെ ഒരു അവലോകനം പോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ചെറിയ ചെറിയ കഥ പറഞ്ഞു കേൾപ്പിക്കുക. ഒരു മിനിറ്റ് മ്യൂട്ട് ചെയ്തേ. ആരെങ്കിലും ഒരാൾ പറയുമ്പോ ബാക്കി എല്ലാവരും മ്യൂട്ട് ആക്കാട്ടെ. ഞങ്ങൾക്ക് ഭയങ്കര എക്കോ ആയിട്ടാണ് കേൾക്കുന്നത്. ആ ഒരു പ്രശ്നം ഉണ്ടാവും. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പറഞ്ഞു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും സമൂഹത്തിൽ അവർ നേരിടേണ്ടി വരുന്ന, ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുക. കൂടുതൽ മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി അവരിൽ ഉണ്ടാക്കിയെടുക്കുക. നല്ലൊരു കാര്യമാണ്. വിദ്യാഭ്യാസം ഫാത്തിമ പ്ലീസ്. നമ്മള് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്നത്തെ സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്? വിദ്യാഭ്യാസമാണ്. മാക്സിമം നമ്മളെല്ലാവരും മാക്സിമം എന്തോരം പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കണം എന്ന് നമ്മൾ നമ്മുടെ ഓരോ കുട്ടികളോടും പറഞ്ഞു കൊടുക്കണം. കേട്ടല്ല? ഈ ഫാത്തിമ പറഞ്ഞ മോന്റെ അഭിപ്രായം? ഓരോ കുട്ടികളിലും ഓരോ കഴിവുകളുണ്ട്. അത് കണ്ടെത്തി അവരെ ആ മേഖലയിൽ വളർത്തിയെടുക്കാൻ പരിശ്രമിക്കാം. ഓരോ കഴിവനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റിന് വിടാം. നമ്മള് ഒരിക്കലും നമ്മുടെ തീരുമാനം കുട്ടികളെ അടിച്ചേൽപ്പിക്കാതിരിക്കാനായിട്ട് നോക്കാം. ചിലപ്പോ അത് അവരത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? ബാഡായിട്ട് ബാധിക്കും. ഓക്കെ, നല്ലതാണ്. ഇനി കുട്ടികളെ ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്ന് ഉറപ്പുവരുത്തുക.
ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആ ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. ജിസ്മ എന്താ പറഞ്ഞത്? നമുക്ക് ഫ്യൂച്ചറിൽ എന്താവണം അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കൂടി കുട്ടികളെ വളർത്തിയെടുക്കാനായിട്ട് നോക്കണം. ഓക്കെ, അത് നല്ലതാണ്. ന്യൂട്രീഷ്യസ് ആൻഡ് ഫുഡിന്റെ കാര്യം പ്രൊവൈഡ് ചെയ്യണമെന്ന് അത് പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും അതേപോലെ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ആരാണ്? പിന്നെ കുട്ടികൾക്ക് മലയാളം പോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിനോടുള്ള പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി. അത് എഡ്യൂക്കേഷനിൽ പെട്ടോളൂ. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് ഡെവലപ്മെന്റിന്റെ കാര്യത്തില് നല്ല ഓക്കെ. കളിസ്ഥലങ്ങളില്ലേ മാം? എന്താണ്? ഇപ്പൊ സ്കൂളുകളിലൊന്നും അങ്ങനെ ഗ്രൗണ്ടുകളൊന്നും അങ്ങനെ ഇല്ല. ചെറിയ കെട്ടിടം. കളിസ്ഥലങ്ങൾ അപ്പൊ അവർക്ക് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ഒരുക്കി കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, ശരിയാണ്. കളിക്കാനുള്ള ഒരു സാഹചര്യം അത് നല്ലതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി എന്ത് ചെയ്യാൻ അതിന്റെ അവകാശങ്ങൾക്ക് എന്താ പറയുന്നത്, അവന്റെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർ അങ്ങനെ കളിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വരുന്നത് അത് നല്ലതാണ്. ആ ഒരു നമ്മ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് നല്ലതായിരിക്കും. അതേ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് അറിഞ്ഞൂടാ അവർ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് അവർക്ക് ആ ഒരു പ്രായത്തിൽ തിരിച്ചറിയാനുള്ള ആ ഒരു ബോധം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. ഇന്നതൊക്കെയാണ്, ഇന്നതൊക്കെ നല്ലതാണ്, ഇന്നതൊക്കെ ചീത്തയാണ്, അവർക്ക് ബാഡ് എന്താണ്, ഗുഡ് എന്താണ്, അവർക്ക് വേണ്ടത് എന്താണ്, ഇഷ്ടമല്ലാത്ത എന്താണ് എന്നൊക്കെ വേണ്ട എന്നാണെങ്കിൽ നോ, വേണ്ട അവിടെ പറയാനായിട്ട് ഉറപ്പ് വരുത്തണം. ഓക്കെ, വൃത്തിയുടെ കാര്യം അതേപോലെ സ്വന്തം എല്ലാ ദിവസവും കുളിക്കണം, അതേപോലെ ബ്രഷ് ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ ലൈഫിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ മക്കളോട് കാണിക്കാതിരിക്കുക, അത് കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്നതാണ്. മറ്റു കുട്ടികളായിട്ട് നമ്മള് മാതാപിതാക്കൾ കുട്ടികളെ താരതമ്യം ചെയ്യാതിരിക്കുക, അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികൾ ഇപ്പൊ നീ കണ്ടോ, നീ അവനെ കണ്ടു പഠിക്കുക, ആ ഒരു വേർഡ് കാരണവശാലും യൂസ് ചെയ്യരുത്. നമ്മുടെ മക്കളുടെ എല്ലാ കോൺഫിഡൻസ് അവിടെ നഷ്ടപ്പെട്ടു പോയി. നീ കണ്ടു പഠിക്കുക എന്ന് പറയുമ്പോൾ ഞാനൊന്നുമല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മക്കളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. കമ്പാരിസൺ പാടില്ല. നമ്മുടെ മക്കളാണ് ബെസ്റ്റ്. അത് പഠിക്കൂല, അപ്പൊ അത്ര പഠിച്ചില്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. അവർ ആ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്ന റെസ്പോൺസിബിലിറ്റി നമ്മളുടെ ടീച്ചേഴ്സിനാണ്. അതേപോലെ തന്നെ ക്ലാസ്സിൽ നമ്മൾ നിൽക്കുമ്പോ പഠിക്കുന്ന കുട്ടികളോടായിട്ടും ടീച്ചേഴ്സിനൊക്കെ മുമ്പൊക്കെ, ഇപ്പോഴത്തെ ടീച്ചേഴ്സിന് അങ്ങനെയൊന്നുമില്ല, എല്ലാ കുട്ടികളും അതേപോലെ കാണുന്നത്. മുമ്പത്തെ ടീച്ചർമാര്, നമ്മളൊക്കെ പഠിച്ച കാലത്തുള്ള ടീച്ചർമാർക്ക് എങ്ങനെയാണ് പഠിക്കുന്ന പിള്ളേരോടായിട്ട് താല്പര്യം കൂടുതൽ. പഠിക്കാത്ത പിള്ളേരൊക്കെ അവർ വെറുതെ എന്താ പറയാത്ത വെറുതെ ഇങ്ങനെ പഠിക്കില്ല എന്നുള്ള രീതിയിൽ വിടും. ചിലപ്പോ അവര് ആ ടീച്ചർ പഠിക്കുന്ന പിള്ളേരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അത്രയും ടൈം വേണ്ട പഠിക്കാത്തൊരു കുട്ടീനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയായാലും പഠിച്ചു പോയിക്കോളും. പക്ഷെ ആ പഠിക്കാത്ത കുട്ടീനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ വേണം. അപ്പൊ നമ്മ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചെടുത്ത് അവനവർ നല്ല ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. നമ്മൾ ഓരോരുത്തരും ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എനിക്ക് അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മള് ഒട്ടും എനിക്കിഷ്ടമല്ല ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കുന്നതിനേക്കാളും ഇഷ്ടം എനിക്ക് ഒട്ടും ഒന്നും അറിയാത്തൊരു കുട്ടീനെ പഠിപ്പിക്കാനായിട്ട്. കാരണം അവന് നമ്മളെന്ന് വെച്ചാൽ അത്രയും ഇതായിരിക്കും, ഡിപ്പെൻഡന്റ് ആയി നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. കാരണം ആ ഒരു കുഞ്ഞു പിള്ളേരാണ്. അത് ഇപ്പൊ എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത കുട്ടികളെ നമ്മളിങ്ങനെ പഠിപ്പിക്കുമല്ലോ. അക്ഷരങ്ങൾ മുതൽ പഠിപ്പിച്ചു തുടങ്ങി നമ്മ അവനെ ഓരോ സ്റ്റേജിലും നല്ല സപ്പോർട്ട് ഒക്കെ കൊടുത്തു വരുമ്പോ അവന് പിന്നെ പറയും, അവന്റെ പാരന്റ്സ് പറയും, ടീച്ചറെ അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല മാർക്കൊക്കെ വാങ്ങിക്കുന്നുണ്ട്, ടീച്ചർ അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടാണ് എന്റെ മോൻ അങ്ങനെ കിട്ടിയത് എന്നൊക്കെ നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയണേ കേട്ടോ. അപ്പൊ നമ്മള് ടീച്ചർമാരൊക്കെ ആയിട്ട് നിങ്ങൾ ടീച്ചർമാരൊക്കെ ആയിട്ട് പഠിപ്പിക്കാനൊക്കെ പോകുമ്പോ ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓക്കെ, അവർ സെറ്റാണ്, അവരെ കുറച്ച് സപ്പോർട്ട് ചെയ്താൽ മതി. ഒട്ടും പഠിക്കാത്ത പിള്ളേരെ നമ്മ വിട്ട് കളയരുത്. അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കണം. ഓക്കെ മാം, കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് മറ്റുള്ള കുട്ടികളെ മോശമായി പറയാതിരിക്കുക, അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ. കമ്പാരിസൺ ആണ് ഉദ്ദേശിച്ചത്.
അല്ലല്ല, കുട്ടികളെ മോശമായിട്ട് നമുക്ക് അറിയുന്നില്ല. തെറ്റ് ചെയ്താൽ മോശമായിട്ട് അവരുടെ മുമ്പിൽ നമ്മളെ കുട്ടികൾ നന്നാക്കിയിട്ട് മറ്റേ കുട്ടികൾ മോശമായിട്ട് പറയുന്നതില്ലേ? ഇല്ല, സപ്പോർട്ട് ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരിക്കലും പെട്ടെന്ന് എടുത്തടി ചീറ്റൊന്നും പറയാനും അങ്ങനെയൊന്നും ചെയ്യരുത്. അതന്നെ, ആരെ കൈമയാന്ന് തെറ്റ് ശരിയെന്ന് അറിഞ്ഞിട്ട് സംസാരിക്കണം. അങ്ങനെ നമ്മളെ കുട്ടികളാണ് ശരിയെന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മ പാരന്റ്സിന്റെ മുമ്പിൽ നോക്കുമ്പോ നമ്മൾ ചിലപ്പോ നമ്മുടെ കുട്ടികളേക്ക് സപ്പോർട്ട് ചെയ്യണം. നമ്മ അങ്ങനെ വിചാരിക്കും. നമ്മ ടീച്ചറാണ്, നമുക്ക് ആ സെന്ററിലുള്ള എല്ലാ കുട്ടികളും ഒരേ പോലെയാണെന്ന് നോക്കിയിട്ട് വേണം പെരുമാറാനായിട്ട്. നമ്മൾ ഇവിടെ അടുത്ത ഒരു സ്കൂളിലെ സിസ്റ്റേഴ്സിന്റെ സ്കൂളാണ്. അവര് ചെയ്യുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും അടി കിട്ടും. LKG UKG കുട്ടികൾക്ക് 2 പേരെ അടിക്കും കുറുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ. കാണുന്നില്ലല്ലോ ആരാണ് കുറുമ്പ് കാണിച്ചതെന്ന്. അപ്പൊ ഞാൻ സിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ സിസ്റ്റി പറയാണ് ഇവിടെ അങ്ങനെയാണ് ചെയ്യാന്ന്. അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. കുട്ടികളെ തല്ലി പഠിപ്പിക്കണം എന്നുള്ളതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്കിഷ്ടമല്ല അത്. ഞാൻ എന്റെ അഭിപ്രായം ഉണ്ടാ. കുട്ടികളെ തല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നന്നാവുമെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. പക്ഷെ അത് പറഞ്ഞ് നമ്മുടെ മനസ്സിലാക്കി നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അങ്ങനെയൊക്കെ ചെയ്യണത് മോശമാണ്. അങ്ങനെയൊന്നും ചെയ്യണ്ട. കാരണം നമ്മള് ടീച്ചേഴ്സ് ആവുമ്പോ, നിങ്ങൾ ടീച്ചേഴ്സ് ആവുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്ന കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറി നമുക്ക് അവരെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ നമ്മുടെ പെരുമാറ്റത്തോട് കൂടി നമ്മുടെ കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അങ്ങനെ നോക്കാം. ഈ അടിക്കുമ്പോഴൊക്കെ വിദ്യാഭ്യാസത്തിനോടും ടീച്ചേഴ്സിനോടൊക്കെ ഒരു വെറുപ്പാണ് കുട്ടികളിൽ കുട്ടികൾ വരുന്നത്. പിന്നെ അത് ഇഷ്ടമല്ല. നമുക്കൊക്കെ മുമ്പ് അനുഭവം ഉണ്ടായിട്ടാണ്. മാത്സ് ടീച്ചർ എന്താണ് നമ്മൾ അടിച്ചു വരുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാനായിട്ട. മാത്സ് ടീച്ചർ എങ്ങനെയാണ് നമ്മൾ അടിച്ചേ പഠിപ്പിക്കുള്ളൂ. മാത്സ് ആണെങ്കിൽ അടി ഉറപ്പാണ്. അപ്പൊ നമുക്ക് എന്താണ് മാത്സിനോട് താല്പര്യം പോകും. അതെന്തുകൊണ്ടാണ്? ടീച്ചറിനോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും നമ്മൾ ആ സബ്ജക്റ്റിനോട് വെറുക്കുന്നത്. നമ്മുടെ കുട്ടികൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മളോട് സ്നേഹത്തോടെ വേണം നമ്മളോട് പെരുമാറാൻ. നമ്മുടെ ടീച്ചർ പേര് പറയുമ്പോൾ തന്നെ അവർക്ക് നമ്മളോട് എന്താണ് വേണ്ടത്? സ്നേഹമാണ് വേണ്ടത്. ഒരുപോലെ കാണിച്ചിട്ടാൽ മതി. എന്താണ്? നമ്മളെ ഒരു ക്ലാസ്സിൽ ഉള്ള കുട്ടികളെ സ്നേഹിക്കാനും അതേപോലെ ഷെയറിങ്, ഇപ്പൊ ഒരു പെൻസിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അതൊക്കെ കൊടുക്കാന്, വെള്ളം കൊണ്ടുവരാത്ത കുട്ടികളുണ്ടാവും, സ്നാക്സ് ഒക്കെ ഷെയറിങ്, അതുപോലെ ടീച്ചർമാരെ അനുസരിക്കുക, വലിയവരെ ബഹുമാനിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു കൊടുത്താല് എണീറ്റ് നിൽക്കുക ഒക്കെ. ചില കുട്ടികളൊന്നും അങ്ങനെ നിൽക്കൂലല്ലോ. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ നല്ലതായിട്ട് പറഞ്ഞു കൊടുത്താൽ എന്നും അവരതേ ശീലിക്കും. അത് നല്ല കാര്യമാണ്. കാരണം ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യും. അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്താലും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ അവർ പിന്നെ ഭാവിയിൽ അവർ വലുതാവുമ്പോഴും അതേ ഒരു മെന്റാലിറ്റിയിലായിരിക്കും വരുന്നത്. സെൽഫിഷ് ആണെങ്കിൽ പിള്ളേർ ഒന്നും ഷെയർ ചെയ്യാത്ത പിള്ളേർ പിന്നെ ഭാവിയിലേക്ക് വലുതായി വരുമ്പോൾ എങ്ങനെയും സെൽഫിഷ് ആയിരിക്കും. സ്വന്തം കാര്യം മാത്രം നോക്കണം എന്നുള്ള ചിന്തയിലേക്ക് വരുന്നത്. മറ്റുള്ളവർക്ക് എന്ത് തോന്നിയിട്ട് പെരുമാറ്റിക്കൊണ്ട് മറ്റുള്ളവർ എന്താണ് വിചാരിക്കണം അങ്ങനെ ഒരു ചിന്ത അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ എന്താണ് നല്ലൊരു ഭാവി തലമുറ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഷെയർ ചെയ്യാം. നമ്മുടെ ഫ്രണ്ടിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അവരിൽ ഷെയറിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറ്റും. കാരണം അത് പഠിച്ചു തന്നെ പിള്ളേരാണ്. അപ്പൊ അവർക്ക് നമ്മൾ എന്ത് ചെയ്യാം? നല്ല ഷെയറിംഗ് ഹാബിറ്റുകൾ പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ പറഞ്ഞു കൊടുക്കാം. അങ്ങനെയൊക്കെ കേട്ടോ. സേഫ്റ്റി ആയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. റോഡ് ക്രോസ് ചെയ്യുമ്പോ, വണ്ടിയിൽ പോകുമ്പോ, ഇപ്പൊ സ്കൂൾ ബസ്സിലൊക്കെ ആണെങ്കിൽ എണീറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണെങ്കിൽ എണീറ്റ് നിന്നാൽ അപകടം വരും എന്നുള്ള രീതിയും, പിന്നെ സീറ്റ് ബെൽറ്റ് ഇടുന്നതിന്റെ ഇമ്പോർട്ടൻസും ഹെൽമെറ്റ് ഇടുന്ന ഇമ്പോർട്ടൻസും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ അതേപോലെ തന്നെ ഷൂ ലൈസ് കെട്ടുന്നത് എങ്ങനെയാണെന്ന് മിക്ക കുട്ടികൾക്ക് അറിയാൻ പറ്റൂല. അപ്പൊ നമ്മ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയിൽ വന്നതാണ് ഫ്രെയിമാണ്. ഒരു ഫ്രെയിമില് ഷൂ ലൈസ് എങ്ങനെ കെട്ടണ്ടെന്നുള്ളത് നമ്മ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മോണ്ടിസോറി ഐറ്റമായിട്ട് അതുണ്ടെങ്കിൽ കുട്ടികൾ അത് നോക്കി പഠിച്ചോളും. അതേപോലെ ബട്ടൺസ് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് മിക്ക കുട്ടികൾക്കും ബട്ടൺസ് ഇടാൻ പോലും അറിയാത്ത കുട്ടികളാണ്. അതുപോലെ റോഡില് ഡു നോട്ട് സ്പിറ്റ് ഓൺ ദ റോഡ് എന്നുള്ളത്, അതായത് നമ്മുടെ കേരളത്തില് തുപ്പുക എന്നുള്ള ഒരു സംഭവം എപ്പോഴാണ് നമ്മുടെ മക്കളെ നമ്മളിപ്പോ വളർന്നു വരുന്ന കുട്ടികളെ ഒന്ന് പഠിപ്പിച്ചാലേ അവരെങ്കിലും അതൊന്ന് പാലിച്ചാലേ അതൊക്കെ ഒഴിവായി കിട്ടും. ശരിയാണ്. കാരണം നമുക്ക് മുതിർന്നവരെ പറഞ്ഞ് മനസ്സിലാക്കണേക്കാളും നല്ലത് എല്ലാ കുട്ടികളെയും പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ എളുപ്പമാണ്. അപ്പൊ അവരോട് പറയാം ബാഡ് ഹാബിറ്റ് ആണ്.
റോട്ടിൽ തുപ്പ അല്ലെങ്കിൽ തുറന്ന സ്ഥലത്ത് തുപ്പ അങ്ങനെയൊക്കെ ഉള്ളത് എന്താണ് ഇത് ചെയ്യാൻ ബാഡ് ഹാബിറ്റ് ആണ്. വാഷ് ബേസിൻ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്പ്ലേകളുണ്ട്, അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷം കൈയൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കണം. ബാത്റൂമിൽ പോയതിനു ശേഷം കൈ നല്ല രീതിയിൽ സോപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്യണം എന്നൊക്കെയുള്ള ഇങ്ങനത്തെ ഹാബിറ്റ്സുകൾ എന്ത് ചെയ്യുക, കുട്ടികളെ പറഞ്ഞു കൊടുക്കുക, അതേപോലെ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ കുട്ടികൾ കാര്യം ചെയ്യുകയാണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാം. എന്താ എനിക്ക് മനസ്സിലായില്ല. ഒരു കുട്ടികളെ ഏതാ തെറ്റേതാന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കാം. ബാഡ് ആണ് ഗുഡ് ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അതേപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്ന് ചെറുതിലേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇങ്ങനെ വസ്തുക്കൾ ഡേഞ്ചർ ആണെന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പറ്റൂല. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് വീണ്ടും അതൊരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഓലോട് വെരി ഗുഡ് എങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓൽക്ക് ഒന്നുകൂടി നന്നാക്കി എടുക്കണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വെരി ഗുഡ് എങ്കിലും കൊടുക്കാൻ നോക്കുക, അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോ കുട്ടികളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കാനും അതേപോലെ നമ്മളെ മക്കളെ വേറുള്ള കുട്ടികളെയും പാരന്റ്സിന്റെയും മുന്നിൽ വെച്ച് നമ്മൾ തന്നെ അവരെ കുറ്റപ്പെടുത്താതിരിക്കാം. കുറ്റപ്പെടുത്തുക മാത്രമല്ല, ചില പാരന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പറയും ഇങ്ങനെ അവിടെ കുട്ടികളുണ്ടെന്നോ ബാക്കി ആൾക്കാരുണ്ടെന്നോ നമ്മുടെ മോൻ തന്നെ കേട്ടോണ്ടിരിക്കുകയാണെന്നൊന്നും പറയാം, കേട്ടോണ്ടിരിക്കാമെന്ന് വിചാരിക്കില്ല. പക്ഷെ പാരന്റ്സ് ഭയങ്കരമായിട്ട് കുറ്റം പറയും. അത് ആ കുഞ്ഞു മനസ്സിനത് ഞാൻ ചില സമയത്തൊക്കെ എനിക്ക് അനുഭവം വന്നിട്ടുള്ളതാണ്. നമ്മുടെ പിള്ളേര് ഇപ്പം പഠിച്ച് മാർക്കൊക്കെ വാങ്ങിച്ചു, അപ്പം ഒട്ടും എന്ന് വെച്ചാൽ ഒരു 10ൽ 8 വാങ്ങിച്ച കുട്ടി എപ്പോഴും ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടിയാണ് 10ൽ 8 വാങ്ങിച്ചപ്പോ അവന്റെ പാരന്റ് വന്ന് പറഞ്ഞത് പഠിക്കണില്ല, അവനിപ്പോ ശ്രദ്ധയില്ല, എന്തൊക്കെ ചീത്ത പറഞ്ഞതെന്ന് വെച്ചാൽ അവന്റെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത്. അപ്പൊ അവനെന്താ തോന്നുന്നത്, ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് പഠിച്ചിട്ട് മാർക്ക് കുറഞ്ഞപ്പോ എന്റെ പാരന്റ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞപ്പോ അവന് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു. ഞാനത് പിന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കാരണം ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഞാൻ വിഷമാവും. എന്റെ കുട്ടികളെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും, കുട്ടിക്ക് മാർക്ക് ഇത്തിരി കുറവാണ്, കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ചിലപ്പോ തലേന്ന് പനിയായിരിക്കും, വയ്യാത്തത് കൊണ്ട് എക്സാം എഴുതുകൊണ്ടാണ് ഈ മാർക്ക് കുറഞ്ഞത് നമുക്ക് മനസ്സിലാവും. പാരന്റിനോട് പറയാം അവര് വയ്യാത്തത് കൊണ്ടായിരുന്നല്ലോ മാർക്ക് കുറഞ്ഞത്, വഴക്കൊന്നും പറയണ്ട. എല്ലാ പാരന്റ്സും അങ്ങനെ എഴുതുന്നല്ല പറയണത്, അങ്ങനത്തെയും പാരന്റ്സ് ഉണ്ട്. മാർക്ക് കുറയണത് പ്രശ്നമാക്കണ പാരന്റ്സും ഉണ്ട്. ഓക്കെ, ഓരോരുത്തരോട് പെരുമാറുന്ന കാര്യത്തില് മൂത്തവരെ റെസ്പെക്ട് ചെയ്യണം. അതേപോലെ കുട്ടികൾ നമ്മൾ അവരെക്കാൾ താഴ്ന്നവരെയാണെങ്കിലും ഒരു കെയറോട് കൂടി പെരുമാറാനായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും പുറത്തേക്ക് വേറെ എന്തിനാണെങ്കിലും പോകുമ്പോൾ പുറത്ത് നമുക്ക് പരിചയമില്ലാത്തവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നാലോ, മിഠായികളോ ചോക്ലേറ്റ് അങ്ങനെയൊക്കെ തന്നാൽ അത് വാങ്ങാതിരിക്കാൻ വേണ്ടി കുട്ടികളെ ശീലിപ്പിക്കണം. പിന്നെ ഇങ്ങനെ നമ്മളെ ഇപ്പൊ കുട്ടികളുടെ ചുറ്റിനും എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ചൂഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ ഒന്ന് പ്രതിരോധിക്കാനും കുട്ടികളെ പഠിപ്പിക്കണം. ചെറിയ ചെറിയ പ്രതിരോധങ്ങൾ എങ്ങനെയാണ്, ഇപ്പൊ ഒരാൾ പിടിക്കാൻ വന്നാൽ അവരുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും വലിയ മുതിർന്നവരെ അത് അറിയിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രതിരോധങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പറഞ്ഞാൽ മതി കുട്ടികളോട് ബാഡ് ടച്ചോ അതല്ലെങ്കിൽ അവരോടുള്ള പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങളോ അവർക്ക് തോന്നുന്നെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മളിപ്പം അടുത്തുണ്ടെങ്കിൽ നമ്മൾ ചില സമയത്തൊക്കെ നമ്മളെ ചുറ്റുപാടുള്ളവരൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ന്യൂസിലൊക്കെ ഒരുപാട് വാർത്തകൾ അല്ലെങ്കിൽ പത്രത്തിലൊക്കെ കേട്ടറിവ് അടുത്തുള്ളവരൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ ചൂഷണങ്ങൾക്ക് ഇരയാക്കണത്. നമ്മള് എല്ലാവർക്കും കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാനായിട്ട്, കുട്ടിയുടെ അടുത്തേക്ക് വരാനായിട്ട് പാരന്റ്സിന് മാത്രമേ അധികാരമുള്ളൂ. അപ്പൊ പാരന്റ്സിന്റെ ആ ഒരു എന്താ പറയാ, പാരന്റ്സിന്റെ സേഫ് ആയിട്ടാണ് നിങ്ങൾ ഉള്ളത്. ഇനി എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാണ് അല്ലെങ്കിൽ അവനങ്ങനെ ഫീൽ ചെയ്യണമെങ്കിൽ ഞങ്ങളോട് തുറന്നു പറയണം. അതിനനുസരിച്ചുള്ള എന്താണ് നടപടികൾ നമ്മൾ എടുത്തോളാം, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതേപോലെ സ്കൂളുകളിലാണെങ്കിലും നമ്മൾ നമ്മുടെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുക, ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യും. നിങ്ങൾ എല്ലാവരുടെ വരുന്ന സമയത്ത് ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ടീച്ചറിനോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പാരന്റ്സിനോട് നിങ്ങൾക്ക് അവരോടാണ് തുറന്നു പറയാനായിട്ട് തോന്നുന്നത്, അവരുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് അങ്ങനൊരു വിശ്വാസം കുട്ടികളിൽ വളർത്തിയെടുക്കണം. പേരൻസിനോടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടോ ഇതെല്ലാം എന്തും തുറന്നു പറയാൻ ഒരു വിശ്വാസം അവരിൽ വളർത്തിയെടുക്കണം.
സ്വാതന്ത്ര്യവും. ഓക്കെ, നമ്മളോട് കുട്ടികൾ എപ്പോഴും ഈ ശീലമുണ്ടാവും. ഒരു കാര്യങ്ങൾ ഇപ്പൊ എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ നമ്മളത് കേൾക്കാതെ ഒന്നിരിക്കരുത്. നമ്മൾ പാരന്റ്സ് ആയിട്ടാണെങ്കിൽ കേൾക്കാതെ ഇരിക്കരുത്. കാരണം എന്താണെന്ന് അറിയാമോ, കുട്ടികളെ പിന്നെ പറയൂല, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയൂല നമ്മുടെ അടുത്ത്. ഇപ്പൊ ഡെയിലി നമ്മളുടെ ആ കുട്ടികളുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, അവൻ ഇപ്പൊ നേഴ്സറി പഠിക്കുന്ന കാലം മുതലേ നമ്മൾ എന്ത് ചെയ്യുക, അവരെ കൊണ്ട് ആ കാര്യങ്ങൾ പറയിപ്പിക്കാം. അപ്പൊ അവർ വന്നിട്ട് നമ്മളോട് കുറച്ചു നേരം ഈ ചായ ഒക്കെ കുടിക്കുന്ന സമയമായിരിക്കും. ആ സമയത്താണെങ്കിൽ അവനോട് ചോദിക്കുന്നത് ഇതൊക്കെ ഉണ്ടായിരുന്നു, ടീച്ചർ വന്നു, എന്തൊക്കെ ഭക്ഷണം കഴിച്ചത്. അപ്പൊ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പതുക്കെ പറയുന്നത് അത് കേട്ടിരിക്കുക. അപ്പൊ അത് വലുതാവുമ്പോഴും അതേ ശീലമായിരിക്കും അവർ എന്ത് ചെയ്യണത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ ഡെയിലി അവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ എന്താ നമ്മളോട് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അവർക്ക് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഭാവിയിൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമില്ലെങ്കിൽ എന്തൊരു പ്രോബ്ലം നമ്മുടെ മക്കള് ഫേസ് ചെയ്താലും അവരൊരിക്കലും നമ്മളോട് അത് പറയാതിരിക്കില്ല. പാരന്റ്സിനോട് പറയാതിരിക്കില്ല. മുതിർന്നവർക്ക് നമ്മൾ പാരന്റ്സ് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എന്താണ് തെറ്റ്, ആ ഒരു ഏജിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റായിരിക്കും, നിങ്ങൾ ഞങ്ങളോട് കൂടി സംസാരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഒരുമിച്ച് തീരുമാനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകാനായിട്ട് പറയാം. ഗേൾസിനോട് പീരീഡ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക, അവരുടെ വളർച്ച ഘട്ടങ്ങൾ ഇന്നതൊക്കെയാണ്. ഗേൾസിനോട് മാത്രമല്ല കേട്ടോ, ബോയ്സിനോട് പറഞ്ഞു കൊടുക്കുക. അവരുടെയും ശാരീരിക വളർച്ചയിൽ വല്ല പ്രശ്നങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഈ എഡ്യൂക്കേഷൻ കൊടുക്കുക, നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവര് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചിന്തിച്ച് പോകാനുള്ള ചാൻസ് കുറവാണ്. നമ്മളിപ്പോ ഗേൾസിന് ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും, പക്ഷെ നമ്മുടെ മക്കളോട് ആമ്പിള്ളേരോട് ആരോടും ഈ കാര്യങ്ങളൊന്നും നമ്മൾ പറയൂല. അവരാണെങ്കിൽ പീരീഡ്സ്, ഗേൾസിന് പീരീഡ്സ് വന്നിട്ടുണ്ട്, അത് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം എന്ന് അവർക്ക് അറിയണം. നോർമൽ ആണ് എന്നുള്ള രീതിയിൽ തന്നെ അവരത് മനസ്സിലാക്കണം. അതുപോലെ ബോയ്സിന്റെ കേസും അവർക്കും ഇങ്ങനെ വളർച്ചകൾ വന്നിട്ടുണ്ട്. ക്ലാസ്സിലല്ല, നമ്മൾ പാരന്റ്സ് ബോയ്സിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഇനി ഒരു അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ബോധവൽക്കരണം കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. നല്ലതാണ്. കാരണം എന്താണ്, എന്തായാലും ഇതെല്ലാരും മനസ്സിലാക്കിയിട്ട് വേണം വളർന്നു വരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വ്യക്തമായിട്ട് കൊടുക്കണം. ബോയ്സിന്റെയും അതേപോലെ ഗേൾസിന്റെയും അവർ രണ്ടുപേരുടെ കാര്യങ്ങൾ. ഇപ്പൊ സാധാരണ നമ്മൾ അമ്മമാരൊക്കെ എന്താ ചെയ്യാറ്, പെൺമക്കളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, ഇല്ലേ? പെൺമക്കളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ആൺപിള്ളേര് അതൊന്നും നീ അറിയേണ്ട കാര്യമല്ല എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യണത്, പെരുമാറാറ്. പക്ഷെ ആൺപിള്ളേരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, പെൺപിള്ളേരോട് പറഞ്ഞു കൊടുക്കണം. അതേ ഒരു രീതിയിൽ തന്നെ ആൺപിള്ളേരോട് പറഞ്ഞു കൊടുക്കണം. ഇതൊരു സാധാരണ ഒരു ഗേളിന്റെ ലൈഫിൽ വന്നൊരു സംഭവമാണ്, കുഴപ്പമൊന്നുമില്ല. ആ 7 ദിവസം ബ്ലീഡിങ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അവര് അമ്മയാവാനുള്ള ഒരു പ്രിപ്പറേഷന്റെ ആ ഒരു ടൈമിലാണ് ഈ സംഭവം വന്നതൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇവർക്ക് ഇതിനോട് ക്യൂരിയോസിറ്റി വന്നു, ഇവരോട് പറയരുതെന്ന് പറഞ്ഞു, ഇതെന്തായാലും ഞങ്ങളോട് പറയാൻ പാടില്ലാത്ത എന്താ ക്യൂരിയോസിറ്റി വരും, അതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ. അതൊക്കെ ബാഡ് ആയിട്ടുള്ള രീതിയിൽ അത് വേറെ ആൾക്കാരോട് ചോദിക്കും. അത് നല്ലതല്ല. നമ്മൾ നമുക്ക് എന്നാലും എന്താ പറയുന്നല്ല കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അവൻ ആരോടും ചോദിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുള്ളൂ. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറയാം. കളർ ഡിസ്ക്രിമിനേഷൻ ഒട്ടും പാടില്ല. കളർ ഡിസ്ക്രിമിനേഷൻ പാടില്ല, ശരിയാണ്. അത് ഇന്നത്തെ കാലത്ത് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെയൊക്കെ ആ ഒരു ഇതിലുണ്ട്, കളർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും, ഇല്ല എന്നാണ് എന്റെ അറിവ് കേട്ടോ. അതേപോലെ സെക്ഷൽ എഡ്യൂക്കേഷൻ നല്ലതാ, സെക്ഷൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം നല്ല കാര്യമാണ്. കാരണം എന്താണ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുട്ടിയുടെ ഡെവലപ്മെന്റിന് വളരെയധികം നല്ല രീതിയിൽ അവരൊരു നല്ലൊരു വ്യക്തിയായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി എന്താ അഭിപ്രായങ്ങള്? പ്രകൃതിയുമായി ഇണക്കി ജീവിക്കുക, ഓരോരുത്തരും വരാം. കുട്ടിയെ പ്രകൃതിയുമായി ഇണക്കി ജീവിപ്പിക്കാൻ ശ്രമിക്കുക. കുട്ടിയെ പ്രകൃതിയുമായി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഓക്കെ, പ്രകൃതിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ വാട്ടർ സേവ് ആക്കുക. അതേപോലെ തന്നെ സാധാരണ നമുക്ക് കൈയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പൊക്കെ നല്ല രീതിയിൽ കൂട്ടാനും അതേപോലെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ അവർ ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൊക്കോളും. ഇപ്പൊ എന്റെ കുട്ടികളെ വെച്ചിട്ടുണ്ടെങ്കിൽ അവള് പൈപ്പ് ഓൺ ചെയ്ത് വെള്ളം കയ്യിൽ കഴുകിക്കഴിഞ്ഞാൽ കേട്ടത് അടച്ചിട്ടേ പോലുള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങൾ കുട്ടികളെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് സപ്പോർട്ട് ചെയ്യാം. ഒന്ന് അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ബോഡി ഷേമിങ്, അതെ, ബോഡി ഷേമിങ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. നമ്മളും കേട്ടിട്ടുണ്ട്, ഇത്തിരി തടി കൂടി കഴിഞ്ഞാൽ തന്നെ നമ്മളെല്ലാവരും എന്താ പറയുക, തടിച്ചെന്ന് പറയും. അപ്പൊ അങ്ങനെയൊന്നും
ആ ഒരു വേർഡ് ഒന്ന് യൂസ് ചെയ്യുമ്പോ ആ കുട്ടി ഫേസ് ചെയ്യണ അത്രയും ഡിസ്ക്രിമിനേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലുതായിരിക്കുള്ളൂ. അങ്ങനെ ഒരുപാട് കേൾക്കുമ്പോ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും തോന്നുന്നത്. കാരണം എനിക്ക് മുമ്പ് നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ എല്ലാ ആൾക്കാരും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ എന്താ പറയണത്, ബോഡി ഷേമിങ് മാക്സിമം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സിറ്റുവേഷനിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരെ വാൺ ചെയ്ത് വിടാം. അല്ലാന്നല്ല, വാൺ ചെയ്ത് വിടാം. ഓക്കെ. പിന്നെ മാമിന്റെ കുട്ടികൾക്ക് എല്ലാം പിന്നെ എല്ലാം പെട്ടെന്ന് കിട്ടും. നമ്മുടെ കാലത്തൊക്കെ ഒരു പെൻസിൽ തീർന്നാൽ മാത്രമേ ഒരു പെൻസിൽ പാരന്റ്സ് വാങ്ങിത്തരൂ. ഒരു പേന തീർന്നാൽ അതിന്റെ റീഫില്ലാണ് നമ്മൾ വാങ്ങുക. ഇപ്പൊന്ന് വെച്ചാൽ എല്ലാം റെഡിയിലുണ്ടാവും. ഒരു പെൻസിൽ തീരുമ്പോഴത്തേക്ക് അടുത്ത പെൻസിൽ എടുക്കാൻ. അപ്പോ അവർക്ക് ഇല്ലായ്മയെ കുറിച്ച് മക്കൾക്ക് അറിയില്ല. അവർക്കെല്ലാം കിട്ടി. അതിനെ കുറിച്ചും കൂടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ച് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം അവർ പറയുന്നതെല്ലാം റെഡിയിലാക്കി കൊടുക്കാതെ ചില കാര്യങ്ങൾക്ക് നോ വേണ്ട എന്നതും പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും കുട്ടികൾക്ക്. നല്ലതാണ്. ഇപ്പൊ പാരന്റ്സിന് പൈസ ഇല്ലെങ്കിൽ പിള്ളേരോട് പറയണം. അവളൊന്നും തന്നെ പ്രായമല്ലേ, അപ്പൊ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അച്ഛൻ്റെ ഇന്നത് പൈസ ഇല്ല, അതുകൊണ്ടാണ് വാങ്ങിക്കാത്തത്, നമുക്ക് ഇത്രയും ഉള്ളൂ, ഇത് നീ ഈ ഒരു ഇത്രയും ദിവസം യൂസ് ചെയ്യാനുള്ളതാണ്. കുട്ടിക്ക് നമ്മൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ ഓക്കെ. ഇപ്പൊ എന്റെ കൊച്ചിനോട് അവൾ പറയുന്ന ബിസ്ക്കറ്റ് വേണം അമ്മേ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വാശി പിടിക്കും. ഒരുപാടൊക്കെ ഉള്ള കാര്യങ്ങളാണ് വാശി പിടിക്കണമെങ്കിൽ ഞാൻ എന്താ പറയും, എന്റെ കയ്യില് പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയും പോലെ നമ്മുടെ കയ്യിൽ പൈസ ഇപ്പില്ല, തൽക്കാലത്തേക്കില്ല, അമ്മ അടുത്ത പ്രാവശ്യം വാങ്ങിച്ചു തരാം. അപ്പൊ അവൾ പറയും എന്നാ ഓക്കെ അമ്മ, അടുത്ത പ്രാവശ്യം പൈസ കിട്ടുമ്പോ വാങ്ങിച്ചു തന്നാ മതി എന്ന് പറയും. അപ്പൊ എന്താണ്, അവർ മനസ്സിലാക്കി തുടങ്ങി. ചെറുപ്പത്തിലെ മുതൽ മനസ്സിലാക്കി അവർ നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി വേണം വളർന്നു വരാനായിട്ട്. പിന്നെ നമ്മള് കുട്ടികളോട് പിന്നെ ബാഗില് പിന്നെ ചെറിയ കാര്യങ്ങൾ, അതായത് ഇപ്പോ ടൈം ടേബിൾ നോക്കുക, പിന്നെ ഹോംവർക്ക് ചെയ്യുക, അതേപോലെ ലഞ്ച് കഴിച്ചത് വൈകുന്നേരം സ്കൂളിട്ട് വന്നാല് കൗണ്ടർ ടോപ്പിലെങ്കിലും കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി പറയുക. കാരണം അത് ഒരു ബാഗിൽ തന്നെ വെക്കുമ്പോ നമുക്കത് ക്ലീൻ ആക്കാൻ വൈകും, ചിലപ്പോ നമ്മൾ മറക്കും. അതുപോലെ മുഷിഞ്ഞ ഡ്രസ്സ്, യൂണിഫോം സ്കൂളിട്ട് വന്നേക്കന്നെ ആ മുഷിഞ്ഞ ഡ്രസ്സ് ഊരിടണ അതിൽ തന്നെ നമ്മളത് പിന്നെ ഇട്ട് വെക്കുക. അതേപോലെ കുളിക്കുക, പിന്നെ കാലൊക്കെ നല്ല ഉരച്ച് കഴുകിയിട്ട് നല്ല വൃത്തിയിൽ പിന്നെ ആ ഹോംവർക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ഒരു ശീലങ്ങൾ, ചെറിയ ജോലികൾ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചോറ് മാത്രം അത് കൊണ്ടുവന്ന് ബാഗിൽ നിന്ന് എടുത്ത് നമ്മൾ അവിടെ ഡൈനിങ് ടേബിളിൽ അല്ലെങ്കിൽ അടുക്കളയിൽ കൊണ്ടുവന്ന് വയ്ക്കാനല്ല കുട്ടികളെ പഠിപ്പിക്കുന്നത്. ശരിക്കും അത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാനാണ് പഠിപ്പിക്കുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് വെച്ചാൽ ഞാൻ മഠത്തിലാണ് പഠിച്ചത്. അപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്ത്, ചെറുപ്പത്തില് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലേ ഞങ്ങൾക്ക് ആ പാത്രം ക്ലീൻ ചെയ്തിട്ടേ ഞങ്ങളുടെ അവിടെ നിന്ന് വിടുള്ളായിരുന്നു. കാരണം എന്താണ്, ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ, നിർബന്ധമാണ്. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു സ്ട്രിക്ട്നെസ്സിൽ വളർന്നു വന്നതുകൊണ്ട് എനിക്ക് എന്റെ പിള്ളേരൊക്കെ അത് വാഷ് ചെയ്ത് നല്ല വൃത്തിയിൽ വേണം പോകാറുണ്ട്. ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ വൃത്തിയിൽ വേണം പോകാൻ ഭയങ്കര നിർബന്ധമാണ്. ഞാൻ വളർന്നു വന്ന സാഹചര്യം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാനത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എനിക്ക് സിമ്പിളാണ്. കാരണം ഇപ്പോഴും അതെ, എനിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ബോക്സിലാക്കി കൊണ്ടുപോകുന്നത് ഇഷ്ടം. തിരിച്ചു കൊണ്ടുപോകണത് വേസ്റ്റ് പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് രാവിലെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് വൈകുന്നേരം, അല്ലെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ ബാഗിൽ വന്നിട്ടുണ്ട്. അത്രയും നേരം ഇത് ബാക്ടീരിയ, ഫംഗസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ വരുന്നത്. അപ്പൊ അതിൽ തന്നെയാണ് പിറ്റേ ദിവസവും നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ എന്താണ്, നിങ്ങൾ ഒരു കാരണവശാൽ അത് ഒന്ന് ചുമ്മാ വാഷ് ചെയ്താൽ മതി. സോപ്പൊന്നും ഒന്നും പറയണില്ല. ആ വേസ്റ്റ് ഒക്കെ ഒന്ന് പോയി നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്ത് നല്ല രീതിയിൽ അത് പാക്ക് ചെയ്ത് അമ്മിക്കുള്ളിൽ കൊടുക്കാം. അതത്രയും എഫേർട്ട്. ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരോട് മിക്കവരോടും പറഞ്ഞ് അത് മനസ്സിലാക്കി. മിക്ക കുട്ടികളും അതേപോലെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളെ പിള്ളേരോട് അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. ഞാൻ പറയില്ലേ, ഞങ്ങളുടെ സിസ്റ്റർ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ആ സിസ്റ്റർ എന്ന് വെച്ചാല് പാത്രം കഴിയണ സ്ഥലത്ത് നിൽക്കും, ഇങ്ങനെ നിൽക്കും. ഇതിന്റെ പാത്രം എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് വടിയും പിടിച്ച് നിൽക്കും. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആ ഒരു റോയിലൊക്കെ വന്ന് നിൽക്കുകയാണ് സിസ്റ്റർ. അപ്പൊ എന്താണ്, നമ്മ ഭക്ഷണം കഴിക്കുമ്പോ പുറത്തൊന്നും കളയാതെ രീതിയിലേ കഴിക്കാൻ പാടുള്ളൂ. കാരണം എന്താണ്, കളഞ്ഞ് കഴിഞ്ഞ അപ്പടി വരും. അപ്പൊ അത് ആ ഒരു ശീലം നമ്മൾ ചെറുപ്പത്തിലേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലേ ഞാൻ ഡെവലപ്പ് ചെയ്ത ശീലമാണ് അത്. ഇപ്പോഴും ഉണ്ട് നമുക്കത്. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ പുറത്ത് വീഴും എന്നുള്ള ആ ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ പുറത്ത് വീഴാണ്ട് കഴിക്കാനായിട്ട് നമ്മള് എന്നെയൊക്കെ സ്കൂളിൽ നിന്ന് ആ ഒരു ശീലം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുട്ടികളോട് പറയാം പാത്രം ക്ലീൻ ചെയ്ത് വെക്കുക. അതേപോലെ ടേബിൾ മാനേഴ്സ്, അല്ലെങ്കിൽ നമ്മളിപ്പോ വീട്ടിൽ നമ്മുടെ സ്വന്തം മക്കളാണെന്ന് വിചാരിക്കുക, അവരോട് പോലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം ഒരു 4 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനോട് മുതൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ആ പാത്രം എന്ത് ചെയ്യുക, വാഷ് ബേസിലേക്ക് കൊണ്ടുപോയി അത് വൃത്തിയാക്കി അത് കഴുകി വേണം വെക്കാനെന്ന്. അത് പെൺകൊച്ച് ആൺകൊച്ച് എന്നുള്ള ഡിസ്ക്രിമിനേഷൻ അവിടെ കാണിക്കരുത്. ഏത് മക്കളായാലും അവരോട് പറഞ്ഞിരിക്കണം, ആൺകൊച്ച് പെൺകൊച്ച് എന്നുള്ള ഡിസ്ക്രിമിനേഷൻ വേണ്ട എന്ന് വേണം. മക്കളാണെങ്കിൽ അവരോട് പറയാം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് പാത്രം കഴുകി വെക്കാം. അതിപ്പോ നമ്മളത് ശീലിപ്പിച്ചു തുടങ്ങണം. നമ്മൾ പാരന്റ്സ് നമ്മൾ ആദ്യം തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഹസ്ബൻഡിന്റെ അടുത്താണ്. അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ് പാത്രം കഴുകാണ്ട് പോവുകയാണെങ്കിൽ അവന് തോന്നും, അയ്യോ അച്ഛൻ എന്താ പാത്രം കഴുകാത്തെ, അമ്മ വെള്ള പാത്രം കഴുകിയത്. ആ ഒരു ഡിസ്ക്രിമിനേഷൻ വേണ്ട. മിക്ക വീടുകളിൽ അങ്ങനെ ഉണ്ടാവും. എന്ന് വെച്ചാൽ എന്താണ്, സ്ത്രീകള് പണിയൊക്കെ എടുക്കണം, പുരുഷന്മാരെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആ ഒരു ഡിസ്ക്രിമിനേഷൻ എടുത്ത് കളഞ്ഞാൽ തന്നെ മക്കള് നല്ല രീതിയിൽ വളർന്നു വരും. അപ്പൊ മോനായാലും അവരും പോയി പാത്രം കഴുകി നല്ല വൃത്തിയായിട്ട് വെച്ചിട്ട് പോയി. ആ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ പാടില്ല. ഓക്കെ, ഇനി അലക്കാനുള്ള ഡ്രസ്സ് ഓരോരുത്തർ ലോണ്ടറി ബാസ്ക്കറ്റിൽ ഇടാൻ അലക്കാനുള്ള ഡ്രസ്സ് അവർ ബാസ്ക്കറ്റിൽ ഇടാൻ ശീലിപ്പിക്കണം. അവിടെ ഇവിടെ ഇടല്ലേ ഇന്ന് ശരിയാണ്. താഴെ തരുന്നത് നമ്മള് അവരെ കാണിച്ചു കൊടുക്കണം. ഇത് മുഷിഞ്ഞ ഡ്രസ്സാണ്, അത് ബോക്സിലാണ് ഇടുന്നത്. നമ്മ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അതുപോലെ അങ്ങനെ നമ്മ ചെറുപ്പത്തിലെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അവരത് ശീലമായിക്കോളൂ കേട്ടോ. അതുപോലെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ ശീലിപ്പിക്കണം. വേസ്റ്റ് നല്ല കാര്യമാണ്. പിന്നെ കുട്ടികളെ കുറിച്ചാണ്. അതേപോലെ പലതരം വൈകല്യവും ന്യൂനതയൊക്കെ ഉള്ള പല കുട്ടികളും ഉണ്ട്, ഡിസബിലിറ്റീസ് ഉള്ളവര്. അവർക്കും ഇതേപോലെ തന്നെ സാധാ നോർമൽ കുട്ടികൾക്ക് ലഭിക്കുന്ന പോലെ തന്നെ ഭക്ഷണവും വിദ്യാഭ്യാസവും എല്ലാം ഉറപ്പുവരുത്തുക. ഓക്കെ, സാധാരണ കുട്ടികളുടെ കാര്യം നമുക്ക് പറഞ്ഞത്. പക്ഷെ എന്നാലും ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ എന്താ പറയുക, ഡിസബിലിറ്റി ശരിക്കും പറയാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികളാണെങ്കിൽ പോലും അവർക്കും ഇവിടെ ജീവിക്കാനും അതേപോലെ ഈ പറഞ്ഞ എല്ലാ റൈറ്റ്സും അവർക്കും അവകാശപ്പെട്ടിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ആയാലും ഫുഡിന്റെ കാര്യമായാലും എല്ലാ റൈറ്റ്സും അവർക്ക് അവകാശപ്പെടുന്നത്. അവരുടെ ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കാനായിട്ട് പാടില്ല. മറ്റുള്ള കുട്ടികൾ എന്ന് പറയുന്നത് മാം ഇപ്പൊ ചെവി കേൾക്കാത്ത ഒരു കുട്ടിയായിരിക്കും. ആ കുട്ടികളെ ഇപ്പൊ ഇയർഫോൺ ഒക്കെ വെച്ച് വരുന്ന കുട്ടികളായിരിക്കും. അപ്പൊ സാധാരണ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർക്ക് ഇങ്ങനെ അത് ഉള്ള കുട്ടികളാണ്, കളിയാക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് സാധാ കുട്ടികളോട് മനസ്സിലായ. കുട്ടികളോ ഏത് രീതിയിലുള്ള കുട്ടികളാണെങ്കിൽ പോലും മറ്റുള്ള കുട്ടികളെ കളിയാക്കാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവില്ല മാം. കളിയാക്ക അവരിങ്ങനെ അതവർക്ക് അറിയില്ല, എന്താണെന്നൊന്നും അറിയില്ലായിരിക്കും. എനിക്ക് എന്റെ മോൻ അങ്ങനെ ഒരു ഉള്ളൊരു ഇതാണ്. അത് എന്റെ മകനെ ഇപ്പൊ ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ മറ്റുള്ള കുട്ടികൾ അവനെ അങ്ങനെ കാണിക്കുക, അത് ചിലപ്പോ ഊതിയെടുക്ക, കളിയാക്ക. അപ്പൊ ഈ കുട്ടിക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമങ്ങൾ നേരിടാം. അപ്പൊ മറ്റുള്ള കുട്ടികൾക്ക് അത് അറിയില്ല. അപ്പൊ അവരെ പാരന്റ്സ് അത് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുക്കുക. അറിയാൻ പാടില്ലാണ്ടായിരിക്കും അവർക്ക്. പിന്നെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളാണ് അവര്. സാധാരണ കുട്ടികളെ പോലെ പഠിക്കാണ്ട് നമ്മൾ കുറച്ചും കൂടി കൺസിഡറേഷൻ കൊടുക്കണം. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ്സിനേക്കാൾ കൂടുതൽ എന്താണ് ടീച്ചർമാർക്കായിരിക്കും സ്പെഷ്യൽ ഏബിൾഡ് കുട്ടികളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ടീച്ചേഴ്സ് കറക്റ്റ് ആയിട്ട് നോക്കുക. ഇങ്ങനെ കളിയാക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഫേസ് ചെയ്യണ്ടെങ്കിലോ വലിയ ടീച്ചേഴ്സാണ് അവിടെ എന്തെടുക്കേണ്ടത്, ആക്ഷൻ എടുക്കേണ്ടത്. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, കൗൺസിലിംഗ് കൊടുക്കേണ്ടത് എന്നാണ് ടീച്ചർമാരാണ്. ഈ മുച്ചറിയുള്ള കുട്ടികള് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കും ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ശരിയാണ്, കളിയാക്കുക എന്നുള്ള പ്രശ്നം. മോന്റെ സ്കൂളിൽ അങ്ങനെ ഒരു കുട്ടിയുണ്ടേ. എന്നിട്ട് അവൻ വന്ന് പറയും മറ്റുള്ള കുട്ടികൾ കളിയാക്കിയിട്ട് മുഖം പൊത്തിയിട്ടാ ഏത് നേരം നടക്കുക എന്നൊക്കെ പറയും, ടവൽ വെച്ചിട്ട്. നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ അവരോട് പറയാം, ഒരാളോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത്. അങ്ങനെ ആരെങ്കിലും ഡിസ്ക്രിമിനേഷൻ കാണിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കാണിക്കുന്നവർക്കൊപ്പം കൂടല്ല വേണ്ടത്. ആ കാണിക്കുന്ന കുട്ടിയില്ല, അവരാണ് അവിടെ ഒറ്റപ്പെട്ട് പോകണമെന്ന് അവര് തോന്നുന്നത്. ആ കുട്ടിനോടൊപ്പം എന്ത് ചെയ്യാം, നമ്മള് ആ കുട്ടിനോടൊപ്പം നമ്മ എന്ത് ചെയ്യാം, നിൽക്കാനായിട്ട് ശ്രമിക്കാം. ആ കുട്ടി ക്ലാസ്സിൽ വരാത്ത ദിവസം മറ്റുള്ള കുട്ടികൾക്ക് ഒരു ക്ലാസ് കൊടുത്താൽ മതി അതിനെ കുറിച്ചിട്ട്. അതായത് നല്ല രീതിയിൽ പറഞ്ഞ് വ്യക്തമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളത്. സമയത്തിന്റെ വില കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കും. നല്ലതായിരിക്കും. കത്തിന്ന സമയത്ത് അവർ ശീലിപ്പിച്ചാൽ മതി ഓരോ കാര്യങ്ങള്. നമ്മളിപ്പോ എഴുന്നേറ്റ് മിക്ക പാരന്റ്സും അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ പറയുന്നത് പിള്ളേര് വരാനായിട്ട് ലേറ്റ് ആവും. കാരണം ആ കറക്റ്റ് ടൈമിൽ പഞ്ച്വലായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ അവർ എഴുന്നേറ്റും. ആ ടൈമിൽ ആ ഒരു പഞ്ച്വാലിറ്റി ചെറുപ്പത്തിലെ ശീലിപ്പിച്ചത് നല്ലതായിരിക്കും.
പൈസയുടെ വാല്യൂ അതേമാതിരി കുട്ടികൾക്ക്. ഓക്കെ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയിട്ടാ. ഷിൻസി പറഞ്ഞപ്പോൾ ആലോചിച്ചിട്ട് പെൺപിള്ളേരെ ആൺപിള്ളേരെ നേഴ്സ് എഴുതാനൊക്കെ അവരെ കൊണ്ട് തന്നെ ശീലിപ്പിക്കണം. ആൺകുട്ടി പെൺകുട്ടികളെ വേർതിരിവ് കാണിക്കരുത്. അവരുടെ നേഴ്സ് തന്നെ അവർക്ക് എഴുതിയിടണം. പിന്നെ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സ് അവരെ കൊണ്ട് തന്നെ കഴിപ്പിക്കണം. അതൊന്നും അത് അല്ല മാം, അതല്ല ഇപ്പൊ ഒരുപാട് പ്രായമായവര് ഇപ്പൊ ഹസ്ബൻഡ്സ് ഒന്നും സ്വന്തം ഇന്നേഴ്സ് കഴുകാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ മക്കളെ അവരിടുന്ന ഡ്രസ്സും അവര് കഴിക്കുന്ന പാത്രവും, ഞാൻ ഇവിടെ എന്റെ മക്കളോട് അതാ പറയാറ്, നിങ്ങൾ കഴിക്കുന്ന പാത്രവും നിങ്ങൾ ഇടുന്ന ഡ്രസ്സും അത് സ്വന്തമായിട്ട് വാഷ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. വേറെ ഒന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും ഇതെന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത്, സ്വന്തം വസ്ത്രം അല്ലെങ്കിൽ ഇന്നേഴ്സ് ആണെങ്കിൽ പോലും അത് കഴുകിടാനായിട്ട് ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല അവിടെ. എല്ലാപ്പോഴും അങ്ങനെ ഡിസ്ക്രിമിനേഷൻ നമ്മുടെ പാരന്റ്സ് ഒക്കെ അങ്ങനെ ഇരിക്കുള്ളൂ. ആ പെൺകുട്ടിയാണ് നീ അത് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ആൺകൊച്ചില്ല അവരത് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ ഇരിക്കും നമ്മുടെ പാരന്റ്സ് നമ്മളെ പഠിപ്പിച്ചിരിക്കണം. അങ്ങനെ ഇതായി നമ്മളാണ് ഇനി വന്നത്. അപ്പൊ നമ്മുടെ തലമുറയെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്വന്തം നേഴ്സും അല്ലെങ്കിൽ സ്വന്തം ഡ്രസ്സും വാഷ് ചെയ്യാനായിട്ട് അവരുടെ ഓരോരുത്തരും പഠിപ്പിച്ചു കൊടുക്കണം. അല്ല ആൺകുട്ടി പെൺകുട്ടികളെ വേർതിരിവൊന്നും പാടില്ല. അത് ചെറിയ കുട്ടിയാകുമ്പോഴേ പഠിപ്പിക്കണം. മുതിർന്ന അവര് കേൾക്കില്ലേ പറഞ്ഞത് കേട്ടോ, അനുഭവം പറയണേ. ഒരു ഏജ് കഴിയുമ്പോ മുതല് അവർക്ക് ഒരു 7 വയസ്സ് 8 വയസ്സ് അങ്ങനെ ഒരു പ്രായമാകുമ്പോഴേ അത് പറ്റത്തുള്ളൂ. ഇപ്പൊ എന്റെ മോന് 6 വയസ്സാണ്. അവനോട് ഞാൻ പാത്രം കഴുകാൻ പറയാം, അവൻ എന്നാലും കഴുകി വെക്കും. പക്ഷെ ചിലപ്പോ അത് വൃത്തിയായില്ലെങ്കിലും കൂടെ അവൻ ചെയ്യും. ചെയ്ത് വെച്ചാൽ മതി. ഏജ് കുറച്ച് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകിയാലും മതി, കുഴപ്പമൊന്നുമില്ല. അവിടെ ശീലിപ്പിക്കാം, ആ കാര്യങ്ങൾ ചെയ്ത് ശീലിപ്പിക്കാം. ഓക്കെ, എനിക്ക് 2 ആൺകുട്ടികളാണ്. അവര് രണ്ടുപേരും ചില കാര്യങ്ങള് പേരൻസിന് ചെയ്തു കൊടുക്കാൻ പറ്റാത്തണ്ടാവും. അപ്പൊ നമ്മള് അവരെ ഒന്ന് സഹായിക്കുക. അപ്പൊ വീട്ടിലിങ്ങനെ ചെല്ലുമ്പോ ഫീസ് വേണം അല്ലെങ്കിൽ അത് വേണം ഇത് വേണം എന്നിങ്ങനെ പറഞ്ഞില്ല. അപ്പൊ നമ്മള് ഞാനത് എടുക്കാം, നീ കൊണ്ടുമ്പോ ഞാനത് കയ്യിൽ വെച്ചോണ്ട് എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് സഹായിച്ചാ വീട്ടില് പോയി ഇങ്ങനെ അവരെ ശല്യപ്പെടുത്തില്ല. അങ്ങനെ ഫീസ് അവരെല്ലാരും കൊടുത്തു ഞാൻ മാത്രം കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുമല്ലോ. പിന്നെ കുട്ടികളെ പഠിക്കുന്ന കാര്യത്തിൽ എല്ലാ കാര്യവും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് ശീലിപ്പിക്കരുത്. നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി, നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എല്ലാ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ മതി. അല്ലാതെ എല്ലാ കാര്യവും അമ്മ തന്നെ എടുത്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ശീലിപ്പിച്ചു കഴിഞ്ഞാല് പിള്ളേരെ പിന്നെ അത് വളരെ മോശമായിട്ട് അവരെപ്പോഴും അത് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം എന്നുള്ള ചിന്ത വരും. അപ്പൊ അത് വേണ്ട, കാര്യങ്ങൾ ഓരോന്ന് ശീലിപ്പിക്കാം. അത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ട് മാറി നിൽക്കാം. ഓക്കെ, കുട്ടികളെ പിടിച്ചു കെട്ടിയാണ് വളർത്തരുത്. ഓലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഓലെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, അടുത്തടുത്ത വീട്ടിൽ 2 ചെറിയ കുട്ടികളുണ്ട് നിൽക്കുക. അതിൽ ഒരു വീട്ടിലത്തെ കുട്ടീനെ എടുക്കാനൊക്കെ കുറെ ആൾക്കാരാണ്, വീട്ടിൽ കുറെ ആൾക്കാരുണ്ട്. ആ കുട്ടീനെ നിലത്ത് വെക്കാതെയാണ് തലയിലും താഴത്തും വെക്കാൻ വളർത്തും എന്നൊക്കെ പറയില്ല, അതേപോലെ വളർത്തുകയാണ്. പക്ഷെ അപ്പുറത്തെ 2ാമത്തെ വീട്ടിലത്തെ കുട്ടീനെ എടുക്കാൻ ഒരാളും ഇല്ല. പക്ഷെ നടത്തം പഠിക്കണത് ഈ 2ാമത്തെ വീട്ടിലത്തെ കുട്ടിയാവും. കാരണം 1ാമത്തെ വീട്ടിലത്തെ കുട്ടീനെ നമ്മൾ സ്നേഹിക്കണം, പക്ഷെ സ്നേഹിക്കണ വഴി അവരുടെ കഴിവിനെ നമ്മൾ ഇല്ലാതാക്കുക ചെയ്യണത്. അപ്പൊ നടത്തം നമ്മള് 2ാമത്തെ കുട്ടിയാവും പെട്ടെന്ന് പഠിക്കണ്ടാവും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാതെ. കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനായിട്ട് നോക്കാം. നമ്മളെല്ലാ കാര്യവും അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാതിരിക്കാനായിട്ട് നോക്കാം. അപ്പൊ ടൈം എനിക്ക് തോന്നുന്നത് ഏകദേശം കഴിഞ്ഞു, ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നല്ല ഫ്രണ്ട്ലി ആയിരിക്കാനായിട്ട് ശ്രമിക്കാം. പാരന്റ്സ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരോട് പെരുമാറാം. അപ്പൊ ബാക്കി ക്ലാസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.